അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റേഷനരി വെച്ച് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഒരു മസാല ചോറ് തയ്യാറാക്കാം. ഇതിന് കൂട്ടാനൊന്നും വേണ്ട. ഈ മസാല ഉണ്ടെങ്കിൽ 2 പപ്പടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അച്ചാറുണ്ടെങ്കിൽ, സലാഡോ എന്തായാലും മതി. നമുക്ക് ഈ ചോറ് സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാം. വേണ്ട, ഞാൻ ചോറ് വേവിച്ച് വെച്ചേക്കുവാണ്. വേണ്ട, നല്ല പരുവത്തിന് വേവിക്കണം, പെട്ടെന്ന് വേവുന്ന ചോറാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ ഉണക്കമുളക്, ഇതെല്ലാം എടുത്ത് സവാള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, എണ്ണ, സൺഫ്ലവർ ഓയിൽ. പിന്നെ നമുക്ക് കടായിൽ അടുപ്പയിലോട്ട് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ അത് ഓരോർക്ക് ആവശ്യമുള്ള ഇത് താളിക്കാനുള്ള എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു വെക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ശകലം പിന്നെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന നമ്മുടെ ഒറിജിനൽ പാൽപ്പാടയിൽ നിന്നും എടുക്കുന്ന ഒറിജിനൽ നെയ്യ് അതാണ് ഈ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇനി കടുക് പൊട്ടിക്കാം. കടുക് എടുത്ത് ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ്, അല്ലെങ്കിൽ 1 സ്പൂൺ മതി. അതിന് ശേഷം അത് കടുക് പൊട്ടുമ്പോഴത്തേക്ക് അടുത്ത സാധനങ്ങൾ ഇടാം. ഇതാണ്ട് ഒരു ബീ ലീഫ്. അപ്പോൾ ഇതിട്ടാൽ നല്ല ഒരു മണമാണ് ബീ ലീഫ്. നമ്മുടെ ഇറച്ചിക്കും ബിരിയാണിക്കും ഒക്കെ ഇടുന്ന ഇല. അതിനുശേഷം എന്താ ഗ്രാമ്പൂ, പട്ട, കറുവേപ്പട്ട, പിന്നെ ഏലക്ക, പെരിഞ്ചീര എല്ലാം കൂടെ ഉള്ള ഇത് മസാല ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഉഴുന്ന് വേണം ഇടാൻ. ആദ്യമേ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഇടരുത്. ഉഴുന്നും കടലപ്പരിപ്പും ഒക്കെ ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങൾ ഇടാവൂ. കാരണം ഇത് ഇടുമ്പം മറ്റേത് ഇടുമ്പം ഇതങ്ങ് കുതിർന്നു പോകും, മൂക്കത്തില്ല. അതാണ് നേരത്തെ ഇതങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നും കടലപ്പരിപ്പും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മുക്കാൽ മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളോട്ട് ഇടാം. അപ്പോൾ നല്ല പെട്ടെന്ന് മൂക്കും. അല്ലെങ്കിൽ ഇത് കുതിർന്ന് കയറും നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വേവുമ്പം. ചോറ് വേവിച്ച് വെച്ചേക്കുന്നുണ്ട്. നല്ല പരുവത്തിന് ചോറ് വേവിച്ചേക്കും, ഒന്നൊന്ന് തൊടാതെ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂക്കട്ട്. സൂപ്പർ മണവും അതുകൂടെ നല്ല ടേസ്റ്റുമാണ്. ഇനി സവാള ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു 4-5 തക്കാളി ഇട്ടാൽ ഇത് തക്കാളി സാദമാവും, അല്ലെങ്കിൽ തക്കാളി ചോറാവും. ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് കൂട്ടാൻ്റെ ആവശ്യമേ ഇല്ല. നമുക്കൊരു ദിവസം ഈ റേഷൻ അരി ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയൊക്കെ കാണുമല്ലോ, അത് ഇത് ഇട്ട് കൊടുത്ത് ഇത് വെച്ചാൽ നല്ല ഇത് ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് സവാള ഒരു ടിപ്പാണത്, വാടും. ഒരു ശകലം കായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒരു 4-5 തക്കാളി ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തക്കാളി ചോറാവത്തില്ല. തക്കാളി സാദത്തിന് തക്കാളി തോനെ വേണം. അപ്പോൾ തക്കാളി ചോറ് ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നൊരു ശകല നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാൻ, ഒന്ന് വേവാൻ വേണ്ടി. തക്കാളി ഒന്ന് വേവട്ടെ. ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. തീ കുറച്ച് വേണം വെക്കാൻ. ശകലം മസാലപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ശകലം ഇട്ടാൽ നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗ്രാമ്പൂ, പട്ടയൊക്കെ. ഇതിപ്പോൾ ബിരിയാണിയുടെ കണക്ക് ഇതായിരിക്കും. മുളക് പൊടി ഇട്ട് കൊടുത്ത് ശകലം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയുടെ ആവശ്യമില്ല. പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ശകലം മഞ്ഞൾപ്പൊടി, ഒരു കളർ വെച്ചതിന് വേണ്ടി, പിന്നെ ഇച്ചിരി ഗരം മസാലയുടെ പൊടിയും കൂടെ ഒന്ന് ഇളക്കി പച്ചമണം ഇതിൻ്റെ മാറട്ടെ. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്.
ഇനി ശകല ഒരു നുള്ള് പഞ്ചസാര, നുള്ളേ ഇടാവൂ പഞ്ചസാര. എരിയും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശകലം പഞ്ചസാര. അതിനുശേഷം എന്താ ഒരു 2 സ്പൂണ് 3 സ്പൂൺ, ഒരു അരക്കപ്പ് വെള്ളം, അതൊന്ന് വേവാൻ, അരപ്പൊന്ന് വേവാൻ. ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ശകലം ഈ വെള്ളം അരപ്പൊക്കെ ഇടുമ്പോൾ ശകലവും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഉപ്പും കൂടെ ആകുമ്പോൾ റെഡിയാകും. പിന്നെ ചോറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉള്ളി വേവിച്ചപ്പോൾ ശകലം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അല്ല ഉപ്പിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ചോറങ്ങോട്ട് തട്ടിക്കൊടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തത്തിപ്പൊത്തി അങ്ങോട്ട് വെച്ച് കൊടുത്ത് നല്ല നല്ല സൂപ്പർ ടേസ്റ്റിൽ ചോറാവും. റേഷനരി അങ്ങനെ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചെറിയ 2 കപ്പ്. ഇത് പൊന്നിയരിയിലും ചെയ്യാം, സാധാരണ നമ്മൾ എന്നും ചോറ് വെക്കുന്ന അരിയിലും ഇതൊന്ന് ഇളക്കി റെഡിയാക്കി ഒന്ന് എടുക്കുക. അരപ്പെല്ലാം ഒന്ന് പിടിച്ച് മൊത്തത്തിൽ ഒന്ന് അടുക്കി കൂട്ടിയൊക്കെ ഒന്ന് ഇളക്കണം. മൊത്തത്തിൽ റെഡിയാക്കിയിട്ട് ഞാനൊന്ന് തത്തിപ്പൊത്തി ഒന്ന് അടച്ചൊന്ന് വെക്കുക, ചെറിയ തീയിലൊന്ന് റെഡിയാവട്ടെ. അതൊന്ന് അരപ്പെല്ലാം ഒന്ന് ചോറിൽ പിടിക്കട്ടെ. ഇത് ബസ്മതി റൈസിൽ വെച്ചാൽ നല്ല ഒരു സൂപ്പർ ടേസ്റ്റിലൊരു ബിരിയാണി ചോറാവും. മസാല അല്ല, നമ്മളെ ചിക്കനും പിന്നെ അത് ബീഫും ഒന്നും കഴിക്കാത്തവർക്ക്, മട്ടനും ഒന്നും കഴിക്കാത്തവർക്ക് ഇത് നല്ലൊരു ചോറാണ്. ഇതിന് കൂട്ടാനൊന്നും വേണ്ട. മുട്ട പൊരിച്ചതോ സലാഡോ പപ്പടം പൊരിച്ചതോ ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുമില്ലെങ്കിൽ അച്ചാർ മാത്രം മതി ഇതിന് കഴിക്കാൻ. കാരണം എല്ലാം ഉണ്ട്, ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് അടച്ചു വെക്കാം, വെച്ചിട്ട് പിന്നെ തുറക്കാം. ഒന്ന് ശകലം നേരം അവിടെ ഇരിക്കട്ടെ. ശേഷം ഉണ്ട് നമുക്ക് ഇനി ഒന്ന് പാത്രത്തിലോട്ട് എടുക്കാം. വേണ്ട, ഞാനെല്ലാം മുട്ടയും പൊരിച്ച് സലാഡും എടുത്ത്, ഞാൻ പപ്പടമൊന്നും പൊരിച്ചിട്ടില്ല, അച്ചാറും ഇല്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.